പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. കല്യാണത്തിന് മുമ്പ് നമ്മളൊരു ഞാൻ സാധാരണ ഇതിന് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഒരു 3 ദിവസത്തെ ഒരു കോഴ്സാണത്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ, ക്രിസ്തു ഹിന്ദു മുസ്ലിം ഒന്നുമില്ല, എല്ലാവർക്കും ഇപ്പം ഒരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. ഒരു കോഴ്സാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് ആർക്കും ഇതിനൊരു എക്സ്പീരിയൻസ് ഇല്ല. കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങളൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പം പിള്ളേർ പഠിക്കുക അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോൾ ഇനി എന്താണ് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന് ഇമ്പോർട്ടൻസ് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ടെൻഷനാണ് എല്ലാവർക്കും. ഇപ്പം നമ്മൾ ഈ കൗൺസിലിംഗ് വഴി നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഡോക്ടേഴ്സ് ഗൈനക്കോളജിസ്റ്റുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനാറ്റമി, ഈ സെക്ഷൽ ലൈഫൊക്കെ ഇതിൻ്റെ അകത്ത് പെടുന്നതുകൊണ്ട് അനാറ്റമി പറഞ്ഞു കൊടുക്കും. മെയിൽ അനാറ്റമി, ഫീമെയിൽ അനാറ്റമി, എന്താണ് സെക്സ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കും. അത് വിത്ത് നമ്മൾ അനാറ്റമി, യൂട്രസിൻ്റെ, ഓവറിയുടെ അല്ലെങ്കിൽ പെനീസിൻ്റെ, അവരുടെ മെയിൽ സെക്ഷൽ എല്ലാം നമ്മളത് വിശദീകമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർക്ക് അടുത്ത ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പ്രഗ്നൻസി വേണ്ട, അതിനെന്താണ് കോൺട്രാസെപ്ഷൻ എന്താണ്, അപ്പോൾ ഓവുലേഷൻ എപ്പോഴാണ്, ഈ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ആകാനുള്ള ദിവസങ്ങൾ എന്താണ്, പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ അനാവശ്യമായിട്ടുള്ള സെക്ഷൽ ലൈഫൊക്കെ ഉണ്ടെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാകാം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ചിലരൊക്കെ അറിയാതെ പ്രഗ്നൻസി ആയി പോയിന്ന് MDP അബോർഷൻ ആക്കാൻ ചെല്ലും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതല്ല, അതിന് കോംപ്ലിക്കേഷൻസ്, പിന്നെ ഫ്യൂച്ചറിൽ ഒരു പ്രഗ്നൻസി വരാതിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കും. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നതാണ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് എമോഷണൽ ഫാക്ടേഴ്സ്. അതിന് പ്രത്യേകമായിട്ട് കപ്പിൾ തെറാപ്പിക്ക് ട്രെയിൻഡ് ലൈസൻസ് ഉള്ള ചിലരൊക്കെ റിലീജിയസ് പേഴ്സണായിരിക്കും, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കും, സൈക്കാട്രിസ്റ്റ്, ഇങ്ങനെ കുറേ ആൾക്കാർ കൂടിയ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് ആണ് പ്രീ മാരിറ്റൽ കോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും രണ്ട് എൻവയറമെന്റിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അവർക്ക് വേണ്ട അഡ്വൈസ്, ഇപ്പം നമ്മൾ ഇൻറ്റിമസി ഉണ്ടാകണം, നമ്മുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടണം, ഫിനാൻസ് വേണം, നമ്മുടെ ജോബ് ഉണ്ട്, വർക്കുണ്ട്. അപ്പം പണ്ടത്തെ രീതിയിൽ ഇപ്പം എല്ലാം ഷെയറിങ് ആണ്. നമ്മൾ ഇന്നയാൾ ഇന്ന വർക്ക് ചെയ്യണം, ലേഡി അങ്ങനെയൊന്നും തിരിച്ചിട്ടില്ല. ഇതെല്ലാം കറക്റ്റായിട്ട് അവരുടെ സ്ട്രെസ് ഫ്രീ ആക്കി, പിന്നെ ഒരു 3 ദിവസം അവർ തമ്മിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ഇടപെടാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ 3 ദിവസത്തെ കോഴ്സിൽ പെടുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കോളജിക്കലായിട്ട് അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം, ജോബ് പ്രോബ്ലം, അവരുടെ പേഴ്സണൽ പ്രോബ്ലം, ഫാമിലി പ്രോബ്ലം, ഇതെല്ലാം അവർ നമ്മൾ ഡിസ്കസ് ചെയ്ത് അവർക്ക് വേണ്ട അറിവ് കൊടുക്കുന്നു. പിന്നെ ഒന്നാണ് സെക്ഷൽ ലൈഫിലേക്ക് വരുമ്പോൾ തന്നെ ഇത് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇത് ആദ്യമായിട്ട് എങ്ങനെയാണ്, അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇത് PHC ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ സംശയങ്ങളുണ്ട്. ഇതൊന്നും പാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോകം ആരംഭം മുതലേ എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും മാരേജ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫും കൂടെ ഹോസ്പിറ്റലിൽ വരിക, ഞങ്ങളത് രണ്ടുപേരെയും പരിശോധിച്ചിട്ട് വേണ്ട അഡ്വൈസ് തരുന്നതായിരിക്കും. ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് കൂടുതലായിട്ട് സ്ട്രെസ് ഫ്രീ ആകാൻ പറ്റും. ഭയങ്കര സ്ട്രെസ്സാണ് ഇപ്പോഴത്തെ കാലത്ത്. വേറെ കുടുംബത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടണം. നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മളുടെ പേരൻസിൽ നിന്ന് നമ്മൾ മാറണം. മിക്കവാറും നമ്മൾ ഇത്രയും നാൾ നമ്മുടെ പേരൻസ് കവറപ്പ് ചെയ്തിരുന്നു. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവർക്കും ജോലിക്ക് പോകണം. കൂടുതൽ ടൈമിൽ നമ്മൾ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഷെയറിങ് ഓഫ് അവർ നമ്മുടെ ജോലികൾ ഷെയർ ചെയ്യണം. അല്ലാതെ പണ്ടത്തെ പോലെ ലേഡി ഇന്ന് മാത്രം ചെയ്യണം, ബോയ് ഇന്ന് ചെയ്യണം, എല്ലാം ടേബിളെ പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് 50-50% ആയിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പോകുന്നത്. അങ്ങനെ എല്ലാം അവരെ മെൻ്റലി, ഫിസിക്കലി, സൈക്കോളജിക്കലി ആൻഡ് എമോഷണലി അവരുടെ ഇമോഷൻസും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന അവരെ റെഡിയാക്കുന്ന ഒരു കോഴ്സാണ് 3 days ഉള്ളത്. പ്രീ മാരിറ്റൽ കോഴ്സ് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഏരിയ വരാറുണ്ട് കപ്പിൾസ് 3 വർഷമായിട്ടും ഇതേവരെ ഒരു കൺസുമേറ്റഡ് മാരേജ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ പെനിട്രേഷൻ നടന്നാൽ മാത്രമേ കൺസുമേറ്റഡ് മാരേജ് എന്ന് പറയുള്ളൂ. ഇല്ലെങ്കിൽ കോർട്ടിൽ പോലും അത് കൺസുമേറ്റഡ് അല്ല. അപ്പോൾ ഇങ്ങനെ ഡിവേഴ്സിന്റെ ഇമ്പോർട്ടൻസ്, ഡിവേഴ്സ് കൂടി വരികയാണ്. ഇതിന്റെ എല്ലാം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും പ്രീ മാരിറ്റൽ കോഴ്സും നടത്തുകയാണെങ്കിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും മാരേജിന് മുമ്പ് പ്രീ മാരിറ്റൽ കോഴ്സ് നടത്തി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയും കൂടെ കണ്ടിട്ട് നിങ്ങൾ അതിൽ സമ്മതിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഡൈവേഴ്സ് കുറയ്ക്കാൻ പറ്റും.